ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗം ഗണപതായേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ അർത്ഥം കാണുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ പൂർവപീഠികയിലെ ശ്ലോകം 16, 17, 18, 19, 20. പരമം യോ മഹത്തേജ പരമം യോ മഹത്തപ പരമം യോ മഹദ്ബ്രഹ്മ പരമം യപ്പരായണം പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയഃപിത യദ സർവാണി ഭൂതാനി ഭവ്യന്താദിയുഗാഗമേ യസ്മിൻ ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂവതേ വിഷ്ണു നാമ സഹസ്രം നീ ശൃണുവാവപയാവകം. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭിഃ പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. വിഷ്ണു സഹസ്രനാമം ശ്ലോകം 16. പരമം യോ മഹത്തേജഃ പരമം യോ മഹത്തപഃ പരമം യോ മഹദ്ബ്രഹ്മ പരമം യപ്പരായണം. ഇവിടെ യുധിഷ്ഠിരൻ ഭീഷ്മപിതാമഹനോട് ചോദിക്കുന്നുണ്ട്, കിം വ്യാപ്യേകം പരായണം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യുധിഷ്ഠിരൻ ചോദിച്ചതിൻ്റെ ഉത്തരമാണ്. ഏറ്റവും പരമമായ ലക്ഷ്യം ഏതൊന്നിനെ പ്രാപിച്ചാലാണ് പിന്നെ നമുക്ക് പിന്നെ വേറൊന്നും വേണ്ടയോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു തരണം, എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരണം. അതാണ് യുധിഷ്ഠിരൻ്റെ ചോദ്യം. അപ്പം അതാണിവിടെ പറയുന്നത്. അപ്പം മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രമാണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ഗീതയിൽ 15ാം അധ്യായത്തിൽ 6ാം ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നുണ്ട്. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് 15ാം അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നുണ്ട്. അതായത് അവ്യയമായ സത്യത്തെക്കുറിച്ച് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തത്, ഈ പറഞ്ഞ അവ്യയപദം, സൂര്യഃ ഭാസയതി ന ഭാസയതേ, സൂര്യൻ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ പരമാത്മ വസ്തുവിൻ്റെ പ്രകാശമായി തട്ടിച്ചു നോക്കിയാൽ സൂര്യൻ ഒരു മിന്നാമിനുങ്ങിന് തുല്യമാണെന്നാണ് ഇവിടെ പറയുന്ന ഗീതയിൽ.
സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് പരമാത്മ വസ്തുവാണ്. അതുപോലെ തന്നെ പറയുകയാണ് ന ശശാങ്കഃ, ചന്ദ്രന് ഈ പരമാത്മാവെന്ന പ്രകാശത്തെ വീണ്ടും പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം സൂര്യൻ്റെ വെളിച്ചമാണ് ആ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത്. അപ്പം സൂര്യൻ പോലും ആ പരമാത്മാവായ വസ്തുവിൻ്റെ പ്രകാശത്തിനു മുമ്പിൽ നിഷ്പ്രഭമാണെങ്കിൽ ചന്ദ്രൻ്റെ കാര്യം പറയാനുണ്ടോ എന്നാണ് ഗീതയിൽ പറയുന്നത്. ഭഗവാന് അത് എടുത്തു പറഞ്ഞത് ഈ ലോകത്ത് പ്രകൃതിയാലുള്ള പ്രകാശങ്ങളാണ് ഇവയെല്ലാം. അതുപോലെ ന പാവക, അഗ്നി ഇതിനെ പ്രകാശിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഏറ്റവും ഉജ്ജ്വലമായ പ്രകാശത്തോടു കൂടിയ അദ്വൈത പദത്തെ യദ്ഗത്വാ, ഏതൊരു സ്ഥാനത്ത് എത്തിയാൽ ന നിവർത്തന്തേ, പിന്നീട് തിരിച്ച് ആ ഒരു വരവ് ഇല്ല. തത് ആ പദം ആണ് മമ, എൻ്റെ പരമം ധാമ, എൻ്റെ അവ്യയമായ സ്വരൂപം, അതാണ് എൻ്റെ പദം എന്ന് ഭഗവാൻ വ്യക്തമായി ഗീതയിൽ കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ സൂര്യചന്ദ്രന്മാർക്കും അഗ്നിക്കുമെല്ലാം ആ പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അവയെ എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഞാനാണ്, അവയ്ക്കൊരിക്കലും സ്വയം പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഞാനെന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത ശുദ്ധമായ ജ്യോതിസാണ്. അപ്പൊ ഇതുപോലെ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ സുഖദുഃഖം എന്ന ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതാകുന്നത്, അതായത് മാനം അപമാനം ഈ ഭാവങ്ങൾ ഇല്ലാതാകുന്നത്, എപ്പോഴും നിശ്ചലമായ ഒരവസ്ഥ, അതിനെയാണ് ഇവിടെ ആനന്ദം. അപ്പൊ അങ്ങനെ ഓരോ അവസ്ഥയിൽ നാം മനസ്സെപ്പോഴാണോ ലയം പ്രാപിക്കുവാൻ പോകുന്നത്, ആ സമയത്ത് നിങ്ങൾ എന്നിലെത്തിച്ചേരുന്നു. കാരണം അപ്പോൾ മാത്രമാണ് മനസ്സിന് ലയം സംഭവിക്കുന്നത്. അതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പട്ടതിരിപ്പാട് നമ്മുടെ നാരായണീയത്തിൽ കൂടി ദശകം 4 പറഞ്ഞിരിക്കുന്ന ആ നിയമാദികളെല്ലാം ആ 15 ശ്ലോകത്തിൽ കൂടി ഒരു വ്യക്തി എങ്ങനെ ഭഗവാനിൽ എത്തിച്ചേരാം, തിരിച്ചുവരവില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാമെന്നാണ് ഈ 4ാമത്തെ ദശകത്തിൽ കൂടി പട്ടതിരിപ്പാട് നമ്മളെ അറിയിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. വെറുതെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾക്ക് വെറുതെ നമ്മൾ ഒരു കാട് കയറിപ്പോകും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അത് നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയില്ല. അപ്പം അതിനാണ് ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ സ്വയം നാം മനസ്സിരുത്തി വായിച്ച് ആ അർത്ഥതലങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മിൽ തന്നെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്നുള്ള സത്യം നമ്മൾ ഓർക്കും. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പുറത്തല്ല ഈശ്വരൻ, നമ്മുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ എന്നുള്ള ബോധ്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ഉദാഹരണങ്ങളിലൂടെയെല്ലാം. അനവധി ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറും വിഷ്ണു സഹസ്രനാമത്തെ വെറുമൊരു സംസ്കൃത വാക്യങ്ങൾ, നമുക്കടിച്ച് പൊട്ടാത്ത വാക്കുകൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്ന് ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രയോ വലിയ തേജസ്സാണ് ഭഗവാൻ എന്നുള്ളത്. അപ്പം ഇവിടെ കഠിനോപനിഷത്തില് പറയുന്നുണ്ട്, ന തത്ര സൂര്യോ ഭാതി
ന ചത്ര താരകം ന മാ വിദ്വദേ ഭാന്തി തമേവ ഭാതുമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി എന്ന് പറയുന്നുണ്ട്. അവിടെയും ആ ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം, ആ തേജസ്സിൻ്റെ മുന്നിൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. പിന്നെന്താണ്? കുതേയമഗ്നി, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല. താരകം നക്ഷത്രം പ്രകാശിക്കുന്നില്ല. കുതോയമഗ്നി, അഗ്നി പ്രകാശിക്കുന്നില്ല, മിന്നലുകൾ പ്രകാശിക്കുന്നില്ല എന്ന് നമുക്ക് തെളിവ് സഹിതം ഭഗവാൻ ഓരോ മന്ത്രത്തിൽ കൂടി നമ്മെ അറിയിക്കുകയാണ്. അപ്പം അവിടെ ചോദിച്ചിരിക്കുന്നത് കുതോയമഗ്നി എന്ന് കഠിനോപനിഷത്തിൽ ചോദിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അഗ്നി പ്രകാശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ദീപാരാധന കാണിക്കുന്നത്. അപ്പൊ ദീപാരാധന എന്നുള്ളത് ഭഗവാനെ പ്രകാശിപ്പിക്കാൻ ആ ദീപം പോരാ. നമ്മുടെ ഉള്ളിൽ ഭഗവത് ചിന്തയെ പ്രകാശിപ്പിക്കുവാൻ, ഭഗവത് തത്വങ്ങളെ പ്രകാശിപ്പിക്കുവാനാണ് വിഗ്രഹത്തിൻ്റെ മുന്നിലെ ദീപാരാധന കാണിക്കുന്നത്. ഇപ്പം മനസ്സിലായോ കർപ്പൂരമൊഴിയുന്നതിൻ്റെ പ്രാധാന്യം എന്നാണെന്നുള്ളത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, പറഞ്ഞു വെച്ച വാക്കുകളെല്ലാം ഭഗവാൻ നമ്മളെ അറിയിപ്പിക്കുമ്പോൾ, നമ്മളത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്. അപ്പം ആ കാണുന്ന വിഗ്രഹമല്ല ഭഗവാൻ, ആ വിഗ്രഹത്തിലൂടെ ഒരു തത്വത്തെ നമ്മളെ തത്വത്തെ ഉണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കണം. അതാണ് ആ വിശേഷ തത്വം ഗ്രഹിപ്പിക്കുന്നതാണ് എന്ത്? വിഗ്രഹം. അപ്പോൾ ആ തത്വത്തെ ഇവിടെ പറയുന്നത്, അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, മിന്നൽ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല. അപ്പം ആ തത്വത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള തത്വങ്ങൾ ഇവിടെ പറഞ്ഞ് ഉപമ സഹിതം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം തൽക്കാലം നമ്മുടെ കണ്ണുകൾക്ക് ആ ക്ഷേത്രത്തിലുള്ള ദേവതാ വിഗ്രഹത്തെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വിഗ്രഹത്തിലൂടെ ഭഗവാന്റെ പരമമായ തത്വത്തിലേക്ക് എത്തണം. നമ്മൾ വിഗ്രഹത്തെ കാണുമ്പോൾ അവിടെയുള്ള രൂപമല്ല കാണുന്നത്, ഈശ്വരന്റെ മഹിമയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഭാന്തം തമേവ അനുഭാതി. ഭാന്തം എന്ന് വെച്ചാൽ ഇടിമിന്നൽ ഭാസിക്കുന്നതായ, പ്രകാശിക്കുന്നതായ അത് സ്വയം പ്രകാശിക്കുന്നത് മറ്റൊരു പ്രകാശത്തിൻ്റെയും സഹായം കൂടാതെ സ്വയം പ്രകാശിക്കുന്നതിനെയാണ് ഭാന്തം എന്ന അർത്ഥം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എത്ര വലിയ വ്യാപ്തിയാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ, ആ വിഷ്ണു സഹസ്രനാമം ജപിച്ചാലുള്ള ഫലമെന്ന് നമ്മൾ ഒന്ന് ഓർത്തു നോക്കൂ. അപ്പം അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന അതിനെ സർവം അനുഭാതി. ശരിയായ പ്രകാശം എന്തിലാണുള്ളത്? ആ ബ്രഹ്മത്തിലാണുള്ളത്. ഇപ്പൊ കണ്ടോ? അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? സഗുണാരാധനയിൽ നിന്നും നമ്മൾ നിർഗുണാരാധനയിലേക്ക് മടങ്ങണം. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ കാര്യം. അപ്പം അങ്ങനെ തസ്യ ഭാസ സർവമിദം വിഭാതി. അപ്പം ഇതെല്ലാം പ്രകാശിക്കുന്ന ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് ആ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പൊ ഏതൊരു പരമമായ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ, ആ പരമമായ ചൈതന്യം തന്നെയാണ് അവിടെ വിഷ്ണുവായിട്ട് സ്തുതിക്കാൻ പോകുന്നത് എന്ന് ഈ വരികളിൽ, ഈ 16-ാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുകയാണ്. ഏതൊരുവനാണോ ആ പരമമായ മഹത്തായ തപസ്സെന്ന ആ ശബ്ദത്തിനെ തപിപ്പിക്കുന്നത്, ആ ലോകത്തിൽ ഓരോന്നിനെയും പ്രേരിപ്പിക്കുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്ന് നോക്കിയേ, എത്ര
വലിയ അർത്ഥമാണ് ഭഗവാൻ നമുക്ക് ഈ വരികളിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് നോക്കിയേ ഇല്ലേ. എത്ര നിസ്സാര കാര്യമാണ്, ശരിയല്ലേ? കാറ്റു വീശുന്നത് സ്വയമാണോ? അല്ല. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് സ്വയമാണോ? അല്ല. അതിൻ്റെ എല്ലാം പിന്നില് ആ തത്വം ഭഗവത് സ്വരൂപത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് ഇതെല്ലാം ചലിക്കുന്നതും പ്രകാശിക്കുന്നതും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പല പ്രമാണങ്ങളിലൂടെ. ഈ പ്രമാണമാണ് നമ്മൾ വാക്യം സത്യമായിട്ടെടുക്കേണ്ടതെന്ന് സാരം. അപ്പം നമ്മൾ ദേവനെ നന്നായി സേവിക്കുക. അപ്പം ഏത് ദേവന്മാരെയും പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഏതൊരുവനാണോ അതാണ് പരമവും മഹത്വവുമായ ബ്രഹ്മം. അപ്പം ഏതാണ് ബ്രഹ്മം? സത്യാദിലക്ഷണം, സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. അപ്പൊ സത്യമെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നാശമില്ലാത്തത്. അപ്പൊ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നാശമില്ലാത്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സത്യം ജ്ഞാനമാണ്. അപ്പൊ ചിത്ത എന്ന് പറയുന്ന അനന്തമാണ്, അത് ലിമിറ്റ് ഇല്ലാത്തതാണ്, ദേശത്തിനും കാലത്തിനും പരിമിതി ഇല്ലാത്തതാണ്. നമ്മൾ നാരായണീയത്തിൽ കൂടി പഠിച്ചു അല്ലേ? ആദ്യത്തെ വരികളെ പറയുന്നില്ലേ? ഭഗവാൻ കാലത്തിന് അതീതനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനാണ് അർത്ഥം കൂടി നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. അർത്ഥം പഠിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ വ്യാപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഒന്നിനെയും പ്രാപിക്കേണ്ടതില്ലയോ എന്ന ചോദ്യമാണ്. അതാണ്, അതുതന്നെയാണ് പരമമായ പാരായണം, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളത്. അതിനെ പ്രാപിച്ചാൽ മാത്രമേ ശാശ്വതമായ ശാന്തി ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പൊ ശാശ്വതമായ ശാന്തി ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നമ്മൾ ഇങ്ങനെയുള്ള സാധനകളൊക്കെ ചെയ്ത് ഭഗവാനെ അർച്ചിച്ചും പൂജിച്ചും ഭഗവാനെ ദീപാരാധന ചെയ്തും ഒക്കെ കർപ്പൂരം കൊണ്ട് ഒരു കർപ്പൂരം വാങ്ങിച്ച് നമ്മൾ വീട്ടിലെ ഒരു നേരമെങ്കിലും ഭഗവാനെ ഒഴിയണം. അപ്പം അതൊക്കെ നമ്മുടെ കൈകളിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അതിനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അപ്പം നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിൻഗാമികൾ ചെയ്തില്ലെങ്കിൽ അത് ദോഷമായി ഭവിപ്പിക്കും എന്ന തത്വമാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ, ഭഗവാൻ വിഷ്ണു സഹസ്രനാമത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാം അതെല്ലാം ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പരമമായ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ്. അതാണ് ഭഗവത്ഗീതയിലെ വാക്യങ്ങൾ, കഠിനോപനിഷത്തിലെ വാക്യങ്ങൾ ഒക്കെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ കൈകളെ കൊണ്ട് ഭഗവത് പൂജകൾ ചെയ്ത് നമ്മൾ ആത്മസംതൃപ്തി നേടുക. സ്വയം, മറ്റുള്ളവരിൽ നിന്നല്ല, സ്വയം നമ്മൾ നേടുക. സ്വയം നാം ചെയ്യുമ്പോഴാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത്. മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുകയില്ല. നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അനുഭൂതിയിലെത്തുന്നത് എന്നുള്ളത് തെളിച്ചു പറയുകയാണ് 16ാമത്തെ ശ്ലോകത്തിൽ കൂടി. ഇതിൽ കൂടുതൽ എന്തു വേണം തെളിവ്? ഹരിഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമം ശ്ലോകം 17. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയപിതാ. ഇവിടെ യുധിഷ്ഠിരൻ ആദ്യം ചോദിച്ച ചോദ്യത്തിനാണ് ഈ 17ാമത്തെ ശ്ലോകത്തിൽ കൂടി മറുപടി പറയുന്നത്. എന്തായിരുന്നു ചോദിച്ച ചോദ്യം? കിമേകം ദൈവതം ലോകേ, ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക ദൈവം ഏതാണ്? അതിന് മറുപടിയായിട്ടാണ് ഭീഷ്മ പിതാമഹൻ
ഈ 17-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നത്. അപ്പം ദൈവതം ദേവതാനാം ച, ആ ഏകദൈവം ഏതാണ്, എല്ലാത്തിനും ആധാരഭൂതമായിരിക്കുന്ന ശക്തി ഏതാണ്, അതിനൊക്കെ ഉള്ള മറുപടിയാണ് ഈ 17-ാമത്തെ ശ്ലോകം. പവിത്രാണാം പവിത്രം ചോ മംഗളാനാം ച മംഗളം. പവിത്രമെന്ന് പറഞ്ഞാല് പവിത്രമായിരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത്. അപ്പം അങ്ങനെ പവിത്രാണാം പവിത്രം, ആ പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായിരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത്. അപ്പം എല്ലാ തരത്തിലും ശുദ്ധീകരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? മന്ത്രങ്ങള്, പൂജകള്, അഗ്നി, ജലം, ഭഗവത് നാമം, പിന്നെ ഭഗവാനെ സ്മരിക്കുന്നത്, ഭഗവാനെ ധ്യാനിക്കുന്നത്, ഭഗവത് ദർശനം, ഭഗവാനെ കീർത്തിക്കുന്നത്, ഭഗവാനെ കുളിപ്പിക്കുന്നത്, ഭഗവാനെ ഒരുക്കുന്നത്, ഭഗവാനെ അർച്ചിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ പവിത്രമാക്കിയെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഭഗവത് സംബന്ധമായ എല്ലാം തന്നെ പവിത്രമാകുന്നു. അപ്പൊ ഈ ഒരു പ്രക്രിയ ചെയ്യുന്നതിന് നമ്മളെ ശുദ്ധീകരിക്കുവാനായിക്കൊണ്ട് നമ്മൾ ആചമനം മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. 3 പ്രാവശ്യം വെള്ളം കയ്യിൽ എടുത്ത് ആചമിക്കുക. ആ വെള്ളം കുടിക്കുമ്പോൾ ഓരോ നാമവും ചൊല്ലുക. അതാണ് ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ. ഈ നാമം 3 പ്രാവശ്യം ചൊല്ലി ആചമനം ചെയ്യുന്നത് നമ്മളെ ശുദ്ധമാക്കുമെന്ന് പറയുന്നു. അപ്പം നമ്മൾ പ്രഭാതത്തിലും സന്ധ്യയ്ക്ക് മുമ്പായിട്ടും നമ്മൾ ഈ ആചമനം ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ ശരീരം മാത്രമല്ല, നമ്മുടെ ഈ സ്ഥൂലമായ ശരീരത്തിൻ്റെ അകത്തൊരു സൂക്ഷ്മ ശരീരമുണ്ട്, പിന്നെ കാരണ ശരീരമുണ്ട്. നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നെന്നുള്ള ആ നമ്മൾ പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ട് വന്ന ആ കാരണ ശരീരമുണ്ട്. അപ്പൊ അതിനെയൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ 3 പ്രാവശ്യം ഇത് ചൊല്ലി ആചമിക്കുന്നത്. അത് ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. അത് അങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ അത് തീർത്ഥമായി ഭവിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ് ഭഗവാൻ പറഞ്ഞു തരേണ്ടത്? പറയുവാണ്, അപവിത്രത അപവിത്രത പവിത്രോവ സർവസ്താം യഥോദിവ സമരേ പുണ്ടരീകാക്ഷം സമരേ പുണ്ടരീകാക്ഷം സഭാഭാഖ്യാഭ്യ അന്തർശുചി. ഇത് കൂടുതൽ എന്തു വേണം? ഒരാള് അപവിത്രനോ പവിത്രനോ ആയിക്കോട്ടെ, അയാൾ കുളിച്ചിട്ടുണ്ടോ, ശാരീരികമായി മറ്റ് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, സർവാവസ്ഥാം ഗതോവിന, അയാള് വൃത്തികേട് ഒക്കെ അണിഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിലും സമരേ പുണ്ടരീകാക്ഷം, ആരാണോ ഈ പുണ്ടരീകാക്ഷനെ ഈ ഹൃദയ പുണ്ടരീകത്തിൽ ദർശിക്കപ്പെടുന്നവൻ, അതാണ് പുണ്ടരീകാക്ഷത്തിൻ്റെ അർത്ഥം. ആ ദർശിക്കപ്പെടുന്നവൻ, നമ്മുടെ ആ ഹൃദയമാകുന്ന താമരയിൽ കുടികൊള്ളുന്നവൻ, അവിടെ സാക്ഷിയായിരിക്കുന്നവൻ,
അപ്പം ആ പുണ്ടരീകാക്ഷനെ സ്തുതിച്ചാൽ ഈ ബാഹ്യ ആഭ്യന്തര തലത്തിലുള്ള ഇതെല്ലാം ശുദ്ധമായി ഭവിക്കും. അപ്പം അകവും ശുദ്ധമാകും, പുറവും ശുദ്ധമാകും. ഭഗവത് നാമങ്ങൾ കൊണ്ട് നമ്മൾ സദാ ജപിച്ച് 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 നമ്മുടെ പാപങ്ങൾ ഇല്ലാതായി ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്നിട്ടോ വലതു കൈകൊണ്ട് ചെവിയിൽ പിടിച്ച് ഓം പുണ്ടരീകാക്ഷായ നമഃ പവിത്രാണാം പവിത്രം നോ, ഈ ലോകങ്ങളെ മുഴുവൻ പവിത്രീകരിക്കുന്ന ആ ഭഗവാൻ മംഗളാനാം ച മംഗളം, ലോകത്തിൽ മംഗളം നൽകുന്ന എല്ലാ വസ്തുക്കൾക്കും മംഗളം എന്ന് പറയുന്നു. അപ്പം സുഖസാധനമായ വസ്തുക്കളെ ഇവിടെ മംഗളം എന്ന് പറയുന്നു. ദൈവതം ദേവതാനാം ച, എല്ലാത്തിലും വെച്ച് ഉത്കൃഷ്ടത്തോടുകൂടി വർത്തിക്കുന്നവൻ, പ്രകാശിക്കുന്നവൻ, സർവദേവന്മാരിലും മുകളിൽ പ്രകാശിക്കുന്നവൻ. അപ്പൊ എല്ലാ ദേവതകളിൽ വെച്ചും പ്രകാശിക്കുന്നവൻ. ഭൂതാനാം യോ അവ്യയഃ പിതാ, ഭൂതങ്ങൾക്ക് അവ്യയനായ പിതാവ്, അവ്യയനായ പിതാവ്. അപ്പൊ ആ ലോകത്തിൽ മുഴുവൻ ജനിപ്പിക്കുന്ന, ആ ലോകത്തെ മുഴുവൻ ജനിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പം നമ്മളെയും ജനിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഇപ്പം നമ്മൾ മുജ്ജന്മം ചെയ്ത കർമ്മ വാസനയുടെ ഫലം കൊണ്ടാണ് ഇതൊക്കെ കേൾക്കാനും ഇതൊക്കെ പഠിക്കാനും ഒക്കെയുള്ള സുഹൃതം ലഭിച്ചതെന്ന് നാം ഓർക്കണം. അപ്പം ഭൂതങ്ങൾ എന്നാൽ ഉത്ഭവിക്കുന്നതെല്ലാം എന്നർത്ഥം. അപ്പം ആകാശം, അഗ്നി, വായു, ജലം, പൃഥു, അഗ്നി, അതിൻ്റെ കൂടെ ചേരൽ കൊണ്ടാണ് ഈ ഭൂതങ്ങളിൽ പ്രപഞ്ചം മുഴുവനും ആ ബീജദാതാവ് ഭഗവാനാണ്. അതാണ് കാരണഭൂതൻ, പിതാവെന്ന് പറയുന്നത്. അപ്പം അവ്യയപിത, ഈ നാശരഹിതമായിട്ടുള്ള പിതാവ്, അതായത് നമ്മൾ ഒരു ബീജം കുത്തിയിട്ടാൽ അവിടെ ചെടി ഉണ്ടായി വരുമ്പോൾ ആ വിത്ത് എന്ത് ചെയ്യും? നശിച്ചു പോകും. അപ്പം ആ വിത്താണ് കാരണശരീരം. മനസ്സിലായോ? അപ്പൊ കാരണം വെച്ചിട്ടാണ് കാര്യമായി പരിണമിക്കുന്നത് എന്ന് സാരം. ഇതുപോലെ തന്നെയാണ് മനുഷ്യനും. അതാണ് നമ്മൾ 3 ശരീരം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഈ കാണുന്ന സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും പിന്നെ കാരണശരീരവും നമുക്കുണ്ട്. അതിനെ 3നെയും നാം ശുദ്ധീകരിക്കുക. അപ്പം പ്രഭാതത്തിലും സന്ധ്യയ്ക്ക് മുമ്പായിട്ടും ആചമനം ചെയ്യുക. 3 പ്രാവശ്യം വെള്ളം കോരിയെടുത്ത് ഈ നാമങ്ങൾ, ഭഗവാൻ പറഞ്ഞ ഈ നാമങ്ങൾ ജപിക്കുക. അപ്പം എല്ലാം അങ്ങനെയുള്ള ഈ ലോകം തന്നിൽ നിന്നുണ്ടാകുമ്പോഴും ഭഗവാന് ഒരു ഹാനിയും ഉണ്ടാകുന്നില്ല, അല്ലേ? പ്രളയ കാലത്ത് ഇതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ച സകലതും ഭഗവാനിലേക്ക് ലയിക്കുന്നുണ്ട്. എന്നാൽ ഭഗവാൻ മാത്രം എന്താണ് ഇല്ലാതാകുന്നുണ്ടോ? ഇല്ല. അതാണ് സ്വയം കൃഷ്ണസ്തു ഭഗവാൻ എന്ന് പറയുന്നത്. എത്ര വൃത്തിയായിട്ടാണ് 17ാമത്തെ ശ്ലോകത്തിൽ കൂടി ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് വേണ്ടത്? ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമം ശ്ലോകം 18ഉം 19. യദ സർവാണി ഭൂതാനി ഭവ്യന്ത്യാദിയുഗാഗമേ യസ്മിഞ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണു നാമ സഹസ്രം മേ
ശൃണു പാപഭയാഭഹം. 18-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നത് എന്താണ്? യദ സർവാണി ഭൂതാനി. യതെന്ന് വെച്ചാൽ യാതൊന്നിൽ നിന്ന്. സർവാണി ഭൂതാനി, ഈ കാണുന്ന ആകാശാദി പഞ്ചഭൂതങ്ങൾ. ഭൂതങ്ങളെന്ന് വെച്ചാൽ ഈ ഉണ്ടായതെല്ലാം, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതെല്ലാം, അതിനെയാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഭൂതങ്ങളും എന്താണ്? ഭവന്തം, ഭവിക്കുന്നു. എല്ലാ ഭൂതങ്ങളും ഭവിക്കുന്നു. എന്തായിട്ട്? ഭവന്ത്യാദിയുഗാഗമി, ആദിയുഗാഗമി. അവിടെ നമ്മൾ മുറിക്കുമ്പോൾ, പിരിക്കുമ്പോൾ ഭവന്തം പ്ലസ് ആദി, നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഭവന്ത്യാദി, ഭവന്ത്യാദി. അപ്പൊ ആദിയുഗമി, ആദിയുഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആരിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്? യസ്മിച്ഛ പ്രളയം യാന്തി പുനരേവ യുഗക്ഷേ. ഈ പ്രളയകാലത്ത് യസ്മിൻ, യസ്മിൻ എന്ന് വെച്ചാൽ യാതൊന്നിലേക്ക് പ്രളയം യാന്തി, എല്ലാം ചെന്ന് ലയിക്കുന്നു. യാന്തി എന്ന് വെച്ചാൽ ഇവിടെ ലയിക്കുക എന്നാണ് അർത്ഥം. അപ്പം ആദിയിലെല്ലാം ഉണ്ടാകുന്നതും അതെല്ലാം ലയിക്കുന്നതും യസ്മിഞ്ച, ഛ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം അവിടെ ചകാരം കൊണ്ട് മധ്യകാലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നർത്ഥം. യസ്മിഞ്ച, ആ ചാകാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് മധ്യകാലത്തെ. അപ്പം യാതൊന്നിലാണോ നിലനിൽക്കണമെന്ന് കൽപ്പത്തിൻ്റെ ആദിയിൽ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, അത് പ്രളയകാലത്തിൽ അത് എവിടേക്ക് ചെന്ന് ലയിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ആണ് ഇവിടെ ച എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം വർത്തമാനകാലത്ത് എല്ലാം യാതൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്നുവോ, എന്നിട്ട് തുടർച്ച പറയുകയാണ് 19-ാമത്തെ ശ്ലോകത്തിൽ കൂടി. തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണുർനാമ സഹസ്രം മേ ശൃണു പാപ പയാഭഹം. അപ്പൊ ഇവിടെ എന്താണ് 19-ാമതിൽ പറഞ്ഞിരിക്കുന്നത്? ഭൂപതേ എന്നാണ് പറഞ്ഞത്. ജഗന്നാഥസ്യ ഭൂപതേ. ഭൂപതേ എന്ന് വെച്ചാൽ ഇവിടെ യുധിഷ്ഠിരനെ സംബോധന ചെയ്യുകയാണ്. രാജാവേ, തസ്യ ലോകപ്രധാനസ്യ, ലോകത്തിലെ ഏറ്റവും മുഖ്യനായവൻ്റെ, ലോകകാരണമായവൻ്റെ, ജഗന്നാഥസ്യ, അതായത് ജഗത്തിൻ്റെ ഭരണകർത്താവായ, ജഗത്തിൻ്റെ നാഥനായ വിഷ്ണുഹോ, വിഷ്ണോർനാമ സഹസ്രം മേ ശൃണു പാപഭയാഭഹം. സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന്റെ നാമസഹസ്രം മേ ശൃണും, എന്നിൽ നിന്ന് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക എന്ന് ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരനോട് പറയുന്നു. പാപത്തിൻ്റെ കാരണങ്ങളായിട്ടുണ്ടാകുന്ന ദുഃഖങ്ങളും ഭയങ്ങളുമെല്ലാം അപഹരിക്കുന്നതാണ്. അപ്പം ഭഗവാന്റെ ഈ നാമശ്രവണം കൊണ്ട്, വിഷ്ണുവിൻ്റെ ഈ നാമസഹസ്രം, ഈ 1000 നാമങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് സർവപാപങ്ങളും നമ്മളിൽ നിന്ന് അകന്നുപോകും. അത് നീ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക എന്ന് പറയുകയാണ്. ഹരി ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമം ശ്ലോകം 20. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഇവിടെ നേരത്തെ നമ്മൾ 19-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട്, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതിൻ്റെ എല്ലാം നാഥൻ ഭഗവാനാണ്. അപ്പം ലോകത്തിൻ്റെ നാഥനാണ് ഭഗവാൻ.
എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നത് ഈ 1000 നാമങ്ങളെ കുറിച്ച് പറയാം, നീ അത് കേട്ടുകൊള്ളുക എന്ന് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അപ്പം ഇനി എങ്ങനെയാണ് പാപത്തെ ഇല്ലാതെയാക്കുന്നത്? അതിനൊരു കഥയായിട്ടാണ് ഭാഗവതത്തിൽ കൂടി നമ്മളെ ഓരോ കഥകളും പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് വാൽമീകി മഹർഷിയുടെ കഥ. ഒരുപാട് പാപം ചെയ്തിരുന്ന വാൽമീകിക്ക് ആ രാമശബ്ദത്തിലൂടെ സകല പാപവും തീർന്നു കിട്ടി. അങ്ങനെ മഹർഷിയായിത്തീർന്നു. ഒന്നും പഠിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഒരു ആ രാമ എന്ന് പറയാൻ പോലും അറിയാത്ത വ്യക്തിയായിരുന്നു. ആ രാമ എന്ന് പറയാൻ അറിയാൻ വയ്യാത്തതിനാണ് ആമര ഈമര ആമര ഈമരമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് ഓർത്തു നോക്കിയേ. അങ്ങനെയാണ് അദ്ദേഹം മഹർഷിയായിത്തീർന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി, ആ പോസിറ്റീവ് എനർജി എന്താണെന്ന് നമുക്ക് ഈ ഓരോ കഥകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കഥയാണ് ഭാഗവതത്തിലെ അജാമിളൻ്റെ കഥ. അജാമിളൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അല്ലേ? അദ്ദേഹം ഒരുപാട് പാപങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു. നാരായണ എന്ന ഒരു നാമം കൊണ്ടാണ് അദ്ദേഹം ചെയ്ത പാപങ്ങൾ മുഴുവനും ഹനിച്ചത്. എന്നാൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന വാസനകൾ നശിച്ചിട്ടില്ല. നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ തീരും. പക്ഷെ നമ്മളിലുള്ള ആ വാസന തീരത്തില്ല. അതിനെന്താണ് വേണ്ടത്? അതിനാണ് നമ്മൾ തപസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓരോ ദിവസവും സ്വാധ്യായം ചെയ്യണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഭഗവാന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ബാക്കിയുള്ള വാസനകളെ നിഷ്കരണം മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പം അദ്ദേഹം തൻ്റെ ഇളയ മകനെ ആണ് പേരിട്ടിരുന്ന നാരായണൻ എന്ന്. ആ മകനെയാണ് ആ സമയത്ത് വിളിക്കുന്നത്. സത്യത്തിൽ ഭഗവാനെ അല്ല, പക്ഷെ ആ നാമത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മളെ ആ കഥകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇല്ലേ? അങ്ങനെ ഭഗവാൻ ആ നാമം ജപിച്ചപ്പോഴത്തേക്ക് ഭഗവാൻ എന്താണ്, ഉടനെ ഭഗവാന്റെ പാർഷദന്മാരെ പറഞ്ഞു വിടുകയാണ്. കാലൻ കയറുകൊണ്ട് വന്നപ്പോൾ സമ്മതിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ ആ നാമത്തിൽ കൂടി പാപവിമുക്തനായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാസനകൾ മുഴുവനായി തീർന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആ വാസനയെ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തിരിച്ചറിവ് കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം പൂർണ്ണമായും തപസ് ചെയ്ത് ഭഗവാനിൽ മുഴുവനായി മനസ്സർപ്പിച്ചുകൊണ്ട് ജീവിതം നയിച്ചപ്പോൾ മോക്ഷം കിട്ടുന്നത്. ഈ കഥകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഭാഗവതത്തിലെ കഥകളായിട്ടെടുക്കാതെ അതിൻ്റെ തത്വം, പുറകിലുള്ള തത്വങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കഥയായിട്ട് മാത്രം നമ്മൾ പഠിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഉയരാത്തത്. കഥയല്ല, അതിലെ തത്വങ്ങൾ നമ്മൾ സ്വാംശീകരിച്ചെടുക്കുക. അപ്പം അങ്ങനെ ഭഗവാന്റെ ഓരോ നാമവും നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ പാപം എരിഞ്ഞു പോകുന്നു. ആ നാമസഹസ്രം ഓരോ മന്ത്രങ്ങളാണ്. അത് ജപിച്ചാൽ നമ്മുടെ പാപങ്ങൾ, സഞ്ചിത കർമ്മങ്ങളായിട്ടുള്ള പ്രാരാബ്ധ കർമ്മങ്ങൾ തീർന്നു കിട്ടും. അതാണ് നമ്മുടെ അജാമിളൻ്റെ കഥയിൽ കൂടി നാം പഠിക്കുന്നത്. അപ്പം ഭഗവാനെ അറിഞ്ഞു ജപിച്ചാൽ പാപം മാത്രമല്ല തീരുന്നത്, ആ പാപവാസന കൂടി ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. അപ്പം ഈ നാമങ്ങൾ ഹൃദസ്ഥമാകുമ്പോൾ മനസ്സിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ആ വാസനാ പാപങ്ങൾ ഒക്കെ
ഇല്ലാതായി നമുക്ക് ഭഗവാനിൽ എപ്പോഴും ആ ഭഗവാന്റെ നാമസ്മരണയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് തുടർന്ന് ഈ 20-ാം ശ്ലോകത്തിലെ ഭീഷ്മപിതാമഹൻ പറഞ്ഞിരിക്കുന്നത്. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. അപ്പൊ ആ നാമമഹാത്മ്യത്തെ വീണ്ടും ഒന്നുകൂടി പറയുന്നതാണ് ഈ 20-ാമത്തെ ശ്ലോകം. വിഖ്യാതാനി പ്രസിദ്ധങ്ങളായിട്ട്, ഗൗണാനി നിർവികാരനായിട്ടൊരു പ്രത്യേക രൂപമോ നാമമോ ഇല്ലാത്ത ഒരു ചൈതന്യമാണ്. ആ ചൈതന്യം വിവിധ രൂപങ്ങളിൽ പല നാമങ്ങളിൽ വന്ന് ഭൂമിയിൽ അവതരിക്കുന്നു ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാന് പല നാമങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഗുണത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് സ്വീകരിച്ചുകൊണ്ടുണ്ടായ നാമങ്ങളാണ് ഈ നാമങ്ങളെല്ലാം. അപ്പൊ പൂർണ്ണ സത്യഗുണത്തെ സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ നാമങ്ങൾ. ഭഗവാന് ഇവിടെ ഒരു രൂപവും അല്ല സ്വീകരിച്ചിരിക്കുന്നത്, പല രൂപങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഭാഗവതത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗുണം സ്വീകരിച്ചു വന്നതുകൊണ്ടാണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നാമാനി ഗൗണാനി എന്ന് പറഞ്ഞിരിക്കുന്നത്. സത്വഗുണം സ്വീകരിക്കുന്നത് കൊണ്ടുണ്ടായ ആ മഹാത്മഹ, ആ മഹാത്മാവിൻ്റെ ഏറ്റവും പരമമായിരിക്കുന്ന മഹാത്മാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ സാധാരണ ഒരാളെ മഹാത്മാവെന്ന് വിളിക്കുമോ? വിളിക്കത്തില്ല. അപ്പം ആ അത്രത്തോളം ഭഗവാൻ എല്ലാത്തിനെയും നയിക്കുന്നത് ഭഗവാന്റെ കൈകളിൽ കൂടിയാണ്. ഈ ഇരുമ്പ് തൊട്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെയും നയിക്കുന്ന സർവ്വവ്യാപിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ മഹാത്മാവെന്ന് നാമം വന്നിരിക്കുന്നത്. അപ്പൊ യാനി നാമാനി, ഏതേത് നാമങ്ങൾ ഋഷിഭിഹി, ആ ഋഷിമാരാൽ പരിഗീതാനി, അവരാലാണ് ഈ ഓരോ നാമങ്ങളുടെയും അർത്ഥം. ഭഗവാൻ ഇങ്ങനെയുള്ള നാമങ്ങൾ വന്നിരിക്കുന്നു, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നാമങ്ങൾ വന്നിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഋഷിമാരാണ്. അവർക്ക് വെളിപ്പെട്ടതാണ് അവര് പറഞ്ഞിരിക്കുന്ന നാമങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ഋഷിഭിഹി പരിഗീതാനി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഋഷിമാരാൽ വിസ്തരിച്ച് പറയപ്പെട്ടിരിക്കുന്ന താനി, ആ നാമങ്ങളെ ഭൂതയെ, ഭൂതി, ഭൂതി എന്നത് ഇവിടെ ചതുർത്ഥിയാണ് ഭൂതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഭൂതി എന്ന് വെച്ചാൽ ഐശ്വര്യമെന്ന അർത്ഥമുണ്ട്, അഭിവൃദ്ധി എന്ന അർത്ഥമുണ്ട്. അപ്പൊ ആരുടെ? ഈ ജന്തുക്കളുടെ അഭിവൃദ്ധിക്കു വേണ്ടി മുമ്പുള്ള ശ്ലോകത്തിൽ കൂടി ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ആ അഭിവൃദ്ധിക്കു വേണ്ടി ഭൂതിക്കായിക്കൊണ്ട് എന്താ ഈ സംസാര സാഗരത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉഴലുന്ന ധർമ്മ അർത്ഥ കാമ മോക്ഷ സിദ്ധിക്കായിക്കൊണ്ട്, അതാണ് ഭൂതയെ എന്ന് നാം ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. അകം വക്ഷ്യാമി, ഞാന് നിനക്ക് പറഞ്ഞു തരാം. ഭഗവാന്റെ നാമങ്ങൾ വരാനുള്ള കാരണം, ഓരോരോ നാമങ്ങൾ, ഈ 1000 സഹസ്രനാമങ്ങൾ വരുവാനുള്ള കാരണം ഞാൻ ഓരോരോ തരത്തിൽ നിനക്ക് അത് പറഞ്ഞു തരാം. അതിനെയാണ് ഇവിടെ ഗൗണാനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹരി ഓം.